ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിന്നൂസ് വണ്ടർ വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. കുറച്ച് ക്ലിപ്സൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ഥലത്തെത്തിയിട്ടോ. ഈ കാലമായിട്ട് പോകണം എന്ന് വിചാരിക്കുന്ന സ്ഥലമാണ് വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം ഗുരുവായൂർ. അങ്ങനെ ദേ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ അവിടെ എത്തി, റൂമൊക്കെ എടുത്തു, നേരെ ഫ്രഷായി വന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പുറത്തുനിന്ന് തൊഴുത് ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങിയതാണ് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. കുറേ ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫാൻസിയിലും കാര്യങ്ങളൊക്കെ പോയി നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ഫുള്ളായിട്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടുന്ന് ഇവിടുന്നുള്ള കുറച്ച് ക്ലിപ്സാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അവനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് വാങ്ങിക്കേണ്ട പ്രായമല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഇത് ഇനി കാണിക്കാൻ പോകുന്നതാണ് കുളം. കുറേ അതിൻ്റെ ചുറ്റും നടന്നു, അവിടെ ഇരിക്കുക ചെയ്തു. നമ്മൾ ഈവനിങ്ങിൽ ഒരു 6-6:30 ആയപ്പോഴായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ ഏകദേശം രാത്രി ഒരു 11 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഫാൻസിയിൽ പൊട്ടാണെങ്കിൽ പൊട്ട് തന്നെ, മാലയാണെങ്കിൽ മാല തന്നെ, നെയിൽ പോളിഷ് ആണെങ്കിൽ നെയിൽ പോളിഷ്. ഫസ്റ്റ് ഡേ നൈറ്റ്, അതായത് ഇപ്പം നമ്മൾ അധികം ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഡേ നൈറ്റാണ് നമ്മൾ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 10 രൂപയ്ക്ക് കമ്മലൊക്കെ സ്റ്റഡ്സ് അവിടെ ഇട്ടേക്കാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പിത്തെരഞ്ഞെടുത്ത കുറേ അടിപൊളി കളക്ഷൻസ് കിട്ടും. ഈ പെരുമഴ എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ ഓരോ കളക്ഷൻസ്. ഒന്നാമത് ഈ സ്ക്രഞ്ചീസ്, നെയിൽ പോളിഷ്, പൊട്ട്, എന്തിനാണ് പറയുന്നത്, ഓരോ ഐറ്റംസ് അങ്ങനെ തന്നെയായിരുന്നു. ഗുരുവായൂർ വന്നിട്ട് എന്താണ് ഫുള്ള് ഫാൻസി ഐറ്റംസും ഷോപ്പിങ്ങും കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ക്യൂട്ട് ഐറ്റംസ് ഉള്ളതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഗുരുവായൂർ അമ്പലത്തിനെക്കാട്ടും കൂടുതൽ കാണിച്ചിട്ടുണ്ടാവുക ഈ ഷോപ്പിംഗ് തന്നെയായിരിക്കും. ബിക്കോസ് നമ്മൾ സെക്കൻഡ് ഡേയിൽ രാവിലെ 5:45 നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ നല്ല അടിപൊളി വമ്പം ക്യൂ ആയിരുന്നു. നമ്മൾ ഏകദേശം തൊഴുതിറങ്ങിയപ്പോഴത്തേനും ഉച്ചയ്ക്ക് 1:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ തൊഴുത് ഓരൊക്കെ കഴിച്ച് തിരിച്ച് വരുമ്പോൾ ബിസ്ക്കറ്റും 7up ഒക്കെ വാങ്ങി. ഒന്നും കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ ഫോൺ അലൗഡ് അല്ലായിരുന്നു ഉള്ളിലേക്ക്. അതുകൊണ്ടാണ് ഇതേ വീണ്ടും ഒരു ഉറക്കൊക്കെ ഇറങ്ങി നൈറ്റ് ആയപ്പോൾ വീണ്ടും നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ റൂമിൻ്റെ വ്യൂ ആണിത്. റൂമിൻ്റെ വ്യൂ അല്ല, റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരാന്തയിൽ നോക്കി കഴിഞ്ഞാൽ ബാൽക്കണി കാണാം, അവിടുത്തെ വ്യൂ. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഡേനെക്കാട്ടും സെക്കൻഡ് ഡേ ആണ് നമ്മൾ കൂടുതൽ ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡേനെക്കാട്ടും ഫസ്റ്റ് ഡേ ആണ് കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉള്ള കടകളും ഉണ്ട്. അവിടെയൊക്കെ കയറി നോക്കിയപ്പോൾ ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം അത്രയ്ക്ക് ക്യൂട്ട് ഐറ്റംസ് ആയിരുന്നു. സോ അതല്ല, കുറേ ഫാൻസി ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു സ്റ്റേഷനറി ഐറ്റവും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അതേ കൺഫ്യൂഷൻ കാരണമാണ്. അടിപൊളി കളക്ഷൻസ് ഉണ്ടല്ലോ. ഇനി കാണിക്കാൻ പോകുന്നത് മൊത്തം ബോക്സ് സെറ്റ് ആയിരിക്കും. നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഒന്നുകിൽ ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ലോങ് വീഡിയോൻ്റെ കാര്യം ഉണ്ടാവില്ല, എന്തായാലും ഷോർട്സ് ആയിട്ട് ഇടാൻ നോക്കാം. കാണിച്ച ബുക്സൊക്കെ 30-50 റേറ്റിലൊക്കെ വരുന്ന ബുക്സൊക്കെ ഉണ്ടായിരുന്നു. വിധം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഈ ഗുരുവായൂർ പത്മനാഭനും ഗുരുവായൂർ കേശവൻ ഇതുപോലത്തെ ആനകളൊക്കെ ഇല്ലേ, അവരുടെ ഒക്കെ അടുത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവരുടെ പ്രതിമട്ടോ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഫുള്ള് നമ്മൾ അവിടെ ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടായിരുന്നു രാത്രി. പിന്നെ വേഗം തന്നെ ഡിന്നർ കഴിക്കാൻ പോയി. ഇന്നലെ അപേക്ഷിച്ച് ഇന്നായിരുന്നു നമ്മൾ കുറച്ചും കൂടി നേരത്തെ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്നലെ നമ്മൾ 11 മണിയാകുമ്പോഴാണ് കയറിയതെങ്കിൽ ഇന്നൊരു 10:30 ആകുമ്പോൾ ഡിന്നർ കഴിക്കുന്നതിന് മുന്നേ നമ്മൾ തൊട്ടടുത്തുനിന്ന് ഒരു കരിമ്പ് ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു, കരിമ്പ് ലെമൺ ജ്യൂസ്. ഗൈസ്, ദ തേർഡ് ഡേ സ്റ്റാർട്ട്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പം അമ്പലത്തിലൊക്കെ തൊഴുത് നമ്മൾ ബസ്സിൽ കയറി. ഇടയ്ക്ക് നമ്മൾ അടുത്തുള്ള അമ്മമ്മിയൂർ ശിവക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് അതൊന്നും വീഡിയോ പിടിച്ചതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.